ഇന്നത്തെ നാള് സമസ്ത ജമിയത്തുൽ ഉലമ സ്ഥാപക ദിനമായ 100ാമത്തെ വർഷമാണ്. ഒരു വർഷമല്ല, 100ാമത്തെ വാർഷിക ദിനമാണ് ഇന്ന്. എന്താണ് സമസ്ത എന്നറിയാത്ത ആൾമാർ ഭാരി കൊറടിക്കു. നമ്മൾ 7ാം ക്ലാസ് കിതാബുകളടക്ക അതെല്ലവും മക്കു പഠിപ്പാട്ടി കൊടുക്കും. പണ്ട് കാലത്തിൽ 100 വർഷം മുന്നൂറ് ചെന്നെങ്കിൽ അപ്പത്തെ കാലഘട്ടത്തിൽ വല്ലാത്ത കഷ്ട തെരുവുകളെല്ലാം സഞ്ചരിച്ചു വന്നെങ്കിൽ ഒരു കാലമായിട്ടുണ്ട്. അപ്പം രാജകീയമായ ആളുമാരതും ആഡളിത അധികാരികളായ ആളുമാരെ അങ്ങനെ ദർപ്പവും അങ്ങനെ അധികാരത്തെ മോഹവും കാരണം കൊണ്ട് ഇസ്ലാം ദീനിൽ അതിലെ ശൈലിയായ തനതായ ശൈലിയിൽ ഇസ്ലാം ദീനിലെ ശരീഅത്ത് നിയമങ്ങളൊന്നും വിചാരിച്ചതുപോലെ ഇവിടെ നടപ്പിലാക്കാവാത്ത ഒരു സന്ദർഭം അക്കാലഘട്ടത്തിൽ. അപ്പോൾ ഇതെല്ലാം ദൂരദൃഷ്ടിയിൽ അക്കാലഘട്ടത്തിലുള്ള ആലിമീങ്ങൾ ചിന്തിച്ചു പോയാറ് ഇങ്ങനെ ഇത് നിഷ്ക്രിയായി പോയിട്ടുണ്ടായെങ്കിൽ ആലിമീങ്ങൾ ഇന്നിട്ടും ഇവിടെ ദീനിന് വേനായ സൗകര്യങ്ങളും ദീൻ്റെ വേണ്ടായ ശൈലികളൊന്നും പറഞ്ഞു കൊടുത്തിട്ട് പ്രായത്തിലുള്ള ആളുമാരെ ദീനിയായ ചൗക്കട്ടിൽ നിലനിർത്തുക സാധ്യമാവില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ വിട്ടെങ്കാവല. അതുകൊണ്ട് ആലിമീങ്ങൾ ആളുമാരെല്ലാം കൂടിയിട്ട് ഒരു സംഘടന നമ്മൾ അഗത്യമുണ്ട്. ആ സംഘടന കീഴിലാകുമ്പോൾ ശക്തി കൂടല്ലേ യദുല്ലാഹി അലൽ ജമാഅത്ത് എന്നതുപോലെ നമ്മുടെ സംഘടന വേണം. സംഘടന ആയ പിന്നെ ആ സംഘടന കീഴിൽ എന്താക്കുക, എല്ലാ ഇസ്ലാമിയുടെ വിരോധികളായ ആളുമാർ, പ്രത്യേകിച്ച് അക്കാലഘട്ടത്തിൽ മുജ്തഹിദുകളായ ബിദ്അത്തിന്റെ ആളുമാരെന്ന് ഉറങ്ങിത്തിന്നാർ. ബിദ്അത്തുണ്ടെങ്കിൽ ഇസ്ലാമിയുടെ പുറത്തുള്ള ആളുമാർ, ഇസ്ലാമിയുടെ പേരിലെ പുറത്ത് അറിയപ്പെട്ട ആളുമാർ, നാമധാരികളായ മുസ്ലിമീങ്ങ. അങ്ങ സുന്നികളല്ല, അങ്ങ ജുമാ ഖുതുബ അങ്ങനെ അറബി ഭാഷയിൽ ഓതുക താല്പര്യ കാട്ടുന്ന ആൾമാരല്ല. മറിച്ചെങ്കിൽ സിയാറത്താക്കുകയും തൽക്കീന് ചൊല്ലുകയും റാത്തീബും കുത്തുബിയത്തും എല്ലാം എതിർക്കിടങ്കത്തെ മൗലിദിന്റെ മജ്ലിസ് എതിർക്കിടങ്കത്തെ ആളുമാരാണ്ട് നിറഞ്ഞു തിന്നാർ. അപ്പം അങ്ങനെ എല്ലാവരും മട്ടാക്കുക കടത്തുകയായിട്ട് അങ്ങനെ എല്ലാവരും ദെക്കനായ ജാബിൽ ഡെപ്പാട്ടനുണ്ടായെങ്കിൽ ഇസ്ലാമിയുടെ ശരീഅത്ത് റൂൾസുകളെല്ലാം അത് കറക്റ്റായി ചൊന്നു കൊടുക്കാനുണ്ടായെങ്കിൽ ഒരു സംഘടന അകത്യം മൈന് സമസ്ത ഉണ്ടാക്കുള്ള ഒന്നാമത്തെ കാരണമാണ് ബിദ്അത്തിന്റെ ആളുമാരെ ഒതുക്കണോ, ബിദ്അത്തിന്റെ ആളുമാരെ എതിർക്കണോ, ദീനിന്റെ വിരോധികളായ ആളുമാർക്ക് ദീനിയായ ആശയങ്ങളെ പഠിപ്പാട്ടിയിട്ട് ബാക്കിയുള്ള ഞങ്ങളെ നല്ല മുസ്ലിമീങ്ങൾ ആളുമാരെ ശരീഅത്ത് രൂപത്തിൽ സുന്നിയായിട്ട് നിലനിർത്തുകയായിട്ടാണ് അണ്ടത്തെ കാലത്തിൽ സമസ്ത ഉണ്ടാക്കിയത്. അപ്പ കണ്യത്ത് ഉസ്താദിന്റെ അധ്യക്ഷീയ കാലഘട്ടത്തിൽ 40 മെമ്പർമാർ ഇന്നെങ്കിലും നിങ്ങളെല്ലാവരും ചിന്തിക്കണം. ആ 40 മെമ്പർമാരുടെ കൂട്ടത്തിൽ ഇണ്ട് ഹയാത്തുള്ളത് ഒരു മെമ്പർ മാത്രമാണ്. ഞങ്ങളുടെ ഷെയ്ഖുന സുൽത്താനുൽ ഉലമ AP ഉസ്താദ്. അള്ളാഹു ദീർഘ ആയുസ് ഹിമ്മത്തോടു കൂടി നൽകുമാറാകട്ടെ. അപ്പോൾ ആ ഉസ്താദ് മാത്രമാണ് അണ്ടത്തെ കാലഘട്ടത്തിലുള്ള സമസ്ത മെമ്പർമാരുടെ കൂട്ടത്തിൽ ഒരാൾ. 30 മാറും വഫാത്തായി പോയിടാറ്. അപ്പം ആ കൂട്ടത്തിൽ അണ്ട് സമസ്ത ഒരേ കൂട്ടത്തിൽ എല്ലാ ആളുമാരും നിലനിന്നിട്ടിരുന്നാറ്. പക്ഷേ ചെറിയ കാലഘട്ടം കഴിഞ്ഞപ്പോൾ അണ്ടത്തെ അധികാരി വർഗത്തങ്ങ കുറേ ആളുമാരെ ആമിഷത്തുകൊണ്ട് കുറേ എന്തായാറ് ഈ സമസ്തത്തിൽ ഈ സലഫികൾ ബിദ്അത്തുകളെ എതിർക്കുന്ന വിഷയത്തിൽ വലിയ ഒരു ധോരണ കാട്ടാണ്ടിക്കുമ്പോൾ അതിൽ ദൂരദൃഷ്ടിയിൽ ചിന്തിച്ചിട്ട് താജിലുള്ള അടക്കമുള്ള ആലിമീങ്ങൾ അപ്പം ഇനി ഞങ്ങൾ ഇതേപോലെ പോയെങ്കിൽ ഞങ്ങളെ ഇസ്ലാം പൊളിഞ്ഞു പോകൊണ്ടുകൊണ്ട് തീരുമാനിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് പുറത്ത് വന്നിട്ട് വേറമേ ഞങ്ങൾ സമസ്ത ഉണ്ടാക്കിയാർ. ആ ഉണ്ടാക്കിയ കാലഘട്ടം ചില്ലറ കാലഘട്ടമല്ല.